ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് അജയ് ദേവ്ഗൺ നായകനായിട്ട് എത്തിയിട്ടുള്ള ഷെയ്ത്താൻ എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. ഹിന്ദി സിനിമയാണ്. ഇതിന്റെ ഒരു കീ ഫാക്ടർ എന്ന് പറയുന്നത് മാഡി എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം തമിഴ് സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള മാധവനാണ്. മാധവന്റെ പണ്ടുള്ള സിനിമകൾ മുതൽ തന്നെ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഡ്രസ്സിംഗ് സ്റ്റൈല്, അദ്ദേഹത്തിന്റെ ആ ഒരു മാനറിസംസ് ഒക്കെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളായിരുന്നു പണ്ട് ഞാൻ. സോ അതുകൊണ്ട് തന്നെ മാധവൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു ആക്ടർ കാരണമാണ് ഈ ഒരു സിനിമ കാണാനുള്ള ഒരു കാരണം. ഈ ഒരു സിനിമ എന്ന് പറയുന്നത് വശ് എന്ന് പറയുന്ന ഗുജറാത്തി സിനിമയുടെ റീമേക്ക് ആണ്. സ്വാഭാവികമായിട്ടും ബോളിവുഡ് സിനിമയാണ്, റീമേക്കുകളുടെ കുത്തൊഴുക്ക് തന്നെയാണ് ബോളിവുഡ് സിനിമയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വശം എന്ന് പറയുന്ന സിനിമ ഞാൻ കണ്ടിട്ടില്ല. അത്യാവശ്യം തരക്കേടില്ലാതെ നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. എസ്പെഷ്യലി ഇതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞു കീ ഫാക്ടർ ആയിട്ടുള്ള മാധവന്റെ പെർഫോമൻസ് അങ്ങേ അറ്റമാണ്. പീക്ക് ലെവൽ പെർഫോമൻസ് ആണ് വില്ലനസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് വെറുതെ ചുമ്മാ കത്തി കൊണ്ട് കത്തിക്കുത്ത് അല്ലെങ്കിൽ എന്താ പറയാ ആക്ഷൻസ് കൊണ്ട് പേടിപ്പിക്കുക അങ്ങനത്തെ ഒന്നുമല്ല. വെറും മാനറിസങ്ങൾ കൊണ്ടും സംസാര രീതി കൊണ്ടും മാത്രം പേടിപ്പെടുത്തുന്ന ഒരു ക്യാരക്ടറാണ് മാധവന്റെ. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരു പോയിന്റില് അജയ് ദേവ്ഗൺ പൈസ കൊടുത്തതിന് ശേഷം ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതിന് ശേഷം മാധവന്റെ ഒരു പെർഫോമൻസ് ഉണ്ട്. എന്റെ പൊന്നോ, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വണ്ടർ അടിച്ചു പോയിട്ടുള്ള ഒരു സംഭവമാണ്. അതുപോലെ തന്നെ ജ്യോതികയാണ് അജയ് ദേവ്ഗന്റെ നായികയായിട്ട് എത്തുന്നതൊക്കെ. ജ്യോതികയും ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല സ്ക്രിപ്റ്റുകൾ തിരഞ്ഞെടുക്കുന്ന ഒരു സ്റ്റാറാണ്. സോ അതുകൊണ്ട് തന്നെ അവര് ബോളിവുഡിലേക്ക് പോകുന്ന സമയത്ത് അത്രയും നല്ലൊരു സ്ക്രിപ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ തിരഞ്ഞെടുക്കില്ല എന്നുള്ള ആ ഒരു വിശ്വാസം അത് ഇവിടെയും കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ്. അത് ഈ പറഞ്ഞ ഓട്ടത്തിൽ ജ്യോതികയുടെ പെർഫോമൻസും ഗംഭീരമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അജയ് ദേവ്ഗന്റെ ക്യാരക്ടറിലേക്ക് വരുന്ന സമയത്ത് സ്ഥിരം ചെയ്യുന്ന മാനറിസങ്ങളും അതുപോലെയൊക്കെ തന്നെയാണ് എനിക്ക് മെയിൻ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അജയ് ദേവ്ഗണിനെ സംബന്ധിച്ച് വലിയൊരു സംഭവമാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ആ ഒരു ക്യാരക്ടർ ആർക്ക് നല്ല രസമാണ്. അതായത് ഒരു CA കാരനാണ് അജയ് ദേവ്ഗന്റെ ക്യാരക്ടർ. അദ്ദേഹം ഒരു 2 കുട്ടികളുടെ അച്ഛനാണ്. ഈ ഒരു ഫാമിലിയുടെ ഇടയിലേക്ക് ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാൾ കയറി വരികയാണ്. ആ കയറി വരുന്ന സമയം മുതൽക്കുള്ള അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു സിനിമ സംസാരിച്ചു പോകുന്നത്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഷൂട്ടിംഗ് സ്പോട്ടുകൾ മാത്രമേ ഉള്ളൂ. അതായത് ആ ഒരു വീട്, അതുപോലെ തന്നെ മാധവനെ കാണിക്കുന്ന ആ ഒരു മാധവന്റെ ഒരു എന്താ പറയുക കോട്ട എന്ന് പറയുന്ന പോലത്തെ ഒരു സ്ഥലം, ആ ഒരു വീടിന് പുറമേ ഉള്ള ഒരു കുറച്ച് സ്ഥലങ്ങള്, അതുപോലെ തന്നെ ഒരു ചായക്കട, ഇതാണ് ഇതിൻ്റെ അകത്തുള്ള ഷൂട്ടിംഗ് സ്പോട്ടുകൾ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് സിനിമോട്ടോഗ്രാഫിക്ക് ചെയ്യാനായിട്ടുള്ളതുള്ളൂ. പക്ഷെ അതിനപ്പുറത്തേക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് വലിയൊരു പ്രാധാന്യം ഈ ഒരു സിനിമയ്ക്കുണ്ട്. അതുകൊണ്ട് അമിത് ത്രിവേദിയാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഗംഭീരമായിട്ട് സൂപ്പറായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പാട്ടുകളുടെ അലമ്പുകളൊന്നുമില്ല, ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളാണ് ഏറ്റവും കൂടുതൽ. നല്ല രസമായിട്ട് മാധവനൊക്കെ കാണിക്കുന്ന സമയത്ത് പീക്ക് ലെവലാണ്. അതുപോലെ തന്നെ ക്ലൈമാക്സ് ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. ഫസ്റ്റ് ഹാഫ് എന്തായാലും നിങ്ങൾ ആ ഒരു വശ് എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു സീറ്റഡ്ജ് ത്രില്ലർ കാണുന്ന പോലെ തന്നെ നിങ്ങൾ കണ്ടിരിക്കും. ആകെ ആ ഒരു 2 കുട്ടികൾ അജയ് ദേവ്ഗൺ, ജ്യോതിക, മാധവൻ, ഈ ഒരു 5-6 ക്യാരക്ടർ മാത്രമാണ് ഈ ഒരു സ്ക്രീനിനകത്ത് കാണുന്നുള്ളൂ നിങ്ങൾ. പക്ഷെ അത് ഭയങ്കര ത്രില്ലായിട്ട് നിങ്ങൾ കണ്ടിരിക്കും. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് എന്തുകൊണ്ട് മാധവൻ ഇതൊക്കെ ചെയ്തു എന്നുള്ള ആ ഒരു റിവീലിംഗ് പരിപാടികളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതും അതും അത്യാവശ്യം നല്ല രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ബ്ലാക്ക് മാജിക് എന്ന് പറയുന്ന ആ ഒരു പരിപാടി അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ചെയ്ത് കൊണ്ടുവരാൻ മാധവന് സാധിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. നല്ല അത്യാവശ്യം കട്ടയ്ക്ക് നിൽക്കുന്ന വില്ലൻ റോൾ തന്നെയാണ് മാധവന്റെ. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു സിനിമയുടെ കീ ഫാക്ടർ എന്ന് പറയുന്നത് മാധവന്റെ പെർഫോമൻസ്, അതുപോലെ തന്നെ ജ്യോതികയുടെ പെർഫോമൻസ്, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. നിർഭാഗ്യവശാൽ എനിക്ക് ഈ ഒരു സിനിമ തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റിയില്ല. അത് വേറെ കുറച്ച് സാഹചര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ ഇനോക്സിലാണ് കളിക്കുന്നത്. ഇനോക്സിൽ പോയിട്ട് അങ്ങനെ പടം കാണാൻ എനിക്ക് വലിയ താല്പര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ PVRൽ പോയി പടം കാണാം. നമ്മുടെ സാധാരണ തിയേറ്ററിൽ കിട്ടുന്ന ആ ഒരു ഗുമ്മൊന്നും ഈ പറയുന്ന ഹൈ ക്ലാസ് തിയേറ്ററുകളിൽ പോയാലും കിട്ടാറില്ല. സോ അതുകൊണ്ട് തന്നെ കാണാൻ പറ്റാതെ പോയൊരു സിനിമയാണ് ഷെയ്ത്താൻ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ OTTയിൽ വന്ന സമയത്ത് കണ്ടു. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഒരു ഹൊറർ മിസ്റ്ററി പരിപാടി കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായും കണ്ടു നോക്കുക. വശ് കണ്ടവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ അതും കണ്ട് ഇതും കണ്ട് ഇത് തമ്മിലുള്ള കമ്പാരിസൺ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കൂടി താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.